ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാത സമയത്തിനായി ഞാൻ നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യും. ഈ പ്രഭാതത്തിൽ നമുക്ക് ദൈവത്തിൻ്റെ വചനവുമായി ഒരുമിച്ച് ആയിരിക്കാം. ദൈവമിടയാക്കിയ വലിയ കൃപയെ ഓർത്ത് ഞാൻ നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ധ്യാനത്തിനായിട്ട് 22-ാം സങ്കീർത്തനം അതിൻ്റെ 4-ാമത്തെ വാക്യം ഞാൻ വായിക്കും. ഞങ്ങളുടെ പിതാക്കന്മാർ നിങ്ങൾ ആശ്രയിച്ചു, അവർ ആശ്രയിക്കുകയും നീ അവരെ വിടുവിക്കുകയും ചെയ്തു. ദൈവത്തിന് സ്തോത്രം. 5-ാം വാക്യം പറയുന്നു, അവർ നിന്നോട് നിലവിളിച്ചു, രക്ഷ പ്രാപിച്ചു. ദൈവത്തിന് സ്തോത്രം. നമ്മളെപ്പോഴും മാതൃകയാക്കുന്ന ഒരു കൂട്ടരാണ് നമ്മുടെ പിതാക്കന്മാർ. സ്തോത്രം. എബ്രായ ലേഖനം 12-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ പൗലോസ് എബ്രായ വിശ്വാസികൾക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നുണ്ട്, ആകയാൽ സാക്ഷികളെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് ഒരു വിശ്വാസ ജീവിതത്തിലേക്ക് ഇറങ്ങിയ നമ്മൾക്ക് മാതൃകയാക്കാനും നമുക്ക് ഓർക്കാനുമുള്ളത് നമ്മുടെ പൂർവ്വ പിതാക്കന്മാരെയാണ്. ഈ കാലഘട്ടത്തിൽ നാം കാണുന്ന ഒന്നിനെയും നമുക്ക് മാതൃകയാക്കാനോ ഈ കാലഘട്ടത്തിൽ നാം കേൾക്കുന്ന കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്താൽ നമ്മുടെ വിശ്വാസ ജീവിതം ദൈവവചന പ്രകാരം മുൻപോട്ട് കൊണ്ടുപോകാൻ പലപ്പോഴും നമുക്ക് കഴിയുകയില്ല. എന്നാൽ പൂർവ്വപിതാക്കന്മാർ എങ്ങനെയാണ് അവർ ദൈവത്തിലെ ആശ്രയിച്ചത്? അതുകൊണ്ട് അവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ എന്താണ്? ഒരുപാട് കഷ്ടതയിൽ കൂടെയും പ്രയാസങ്ങളിലൂടെയും കടന്നുപോയവരാണ് നമ്മുടെ പൂർവ്വപിതാക്കന്മാർ. സ്തോത്രം. അബ്രഹാം മുതലുള്ള ഓരോരുത്തരെ കുറിച്ച് പഠിക്കുമ്പോൾ ഒരുപാട് കഷ്ടതയിലും പ്രയാസങ്ങളിലും നഷ്ടങ്ങളിലൂടെയും കടന്നുപോയവരാണ് അവരെങ്കിലും. എന്നാൽ അവരുടെ ജീവിതത്തിനകത്ത് കഷ്ടതയുണ്ടായിരുന്നുവെങ്കിലും വേദനയുണ്ടായിരുന്നുവെങ്കിലും നിരാശകൾ ഉണ്ടായിരുന്നെങ്കിലും ഒരിടത്തും അവർക്ക് തോൽവി ഉണ്ടായിരുന്നില്ല എന്നുള്ള സത്യം നാം ഈ പ്രഭാതത്തിൽ മനസ്സിലാക്കും. സ്തോത്രം. എന്താണ് ദൈവമക്കളെ അതിനുള്ള കാരണം? എന്താണ്? നാം പലപ്പോഴും നമ്മൾക്ക് പല കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു. പക്ഷേ എന്തൊക്കെ ചെയ്തിട്ടും നമുക്ക് വേണ്ട നിലയിൽ അതേ നന്മ പ്രാപിക്കുവാനോ വിജയം കൈവസമാക്കാനോ നമുക്ക് കഴിയാതിരിക്കുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്ന ഈ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇവിടെ നാം വായിച്ച വേദഭാഗത്ത് പറയുന്നു, ഞങ്ങളുടെ പിതാക്കന്മാർ ദൈവത്തിൽ ആശ്രയിച്ചു, അവർ ആശ്രയിക്കുകയും നീ അവരെ വിടുവിക്കുകയും ചെയ്തു. പൂർവ്വപിതാക്കന്മാര് ആശ്രയം വെച്ചിരുന്നത് ദൈവത്തിൽ മാത്രമാണ്. ദൈവത്തിൽ സ്തോത്രം. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് ദൈവജനം നമ്മെ പഠിപ്പിക്കുന്നു. പൂർവ്വപിതാക്കന്മാർ അവർ പണത്തിലല്ല ആശ്രയിച്ചത്, അവർ മാനുഷിക ബന്ധത്തിലോ മാനുഷിക ശക്തിയിലോ അല്ല, അവരുടെ ബുദ്ധിയിലോ അവരുടെ കുടുംബ മഹിമയിലോ അല്ല, പിന്നെയോ അവരുടെ പൂർണ്ണ ആശ്രയം ദൈവത്തിലായിരുന്നു. സ്തോത്രം. ദൈവാശ്രയം ഉണ്ടായിരുന്ന ഒരു കൂട്ടം ആളുകളാണ് നമ്മുടെ പൂർവ്വപിതാക്കന്മാർ എങ്കിൽ അവർക്ക് ലഭിച്ചതെല്ലാം വിടുതൽ മാത്രമാണ്. കഷ്ടത അവരുടെ മുമ്പിൽ വരുമ്പോഴും അവർ ദൈവത്തിൽ ആശ്രയിച്ചു. വേദന അവരുടെ ഉള്ളിൽ വരുമ്പോഴും അവർ ദൈവത്തിൽ ആശ്രയിച്ചു. പ്രാർത്ഥനയിലും ഉപവാസത്തിലും ആരാധനയിലും അവർ പ്രാധാന്യം കൊടുത്ത് ഒരു ദിവസം പോലും മുടങ്ങാതെ അവർ ദൈവത്തിന്റെ പാദപീഠത്തിൽ മുട്ടുമടക്കി ദൈവത്തോട് നിലവിളിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതുകൊണ്ട് അവരുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടതയെന്നും ദൈവം അവരെ വിടുവിച്ചു എന്ന് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് തന്നെ ഈ വചനത്തിൽ കൂടെ നമ്മെ ഓർപ്പിക്കുമ്പോൾ എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, നമുക്കൊരു വിടുതൽ വേണോ? പ്രതികൂലങ്ങളെ അതിജീവിപ്പാൻ നമുക്ക് കഴിയണമോ? നമ്മുടെ ആശ്രയം ദൈവത്തിൽ മാത്രമാകണം. നമുക്ക് ലഭിച്ച ആരോഗ്യത്തിലോ, നമുക്ക് ലഭിച്ച ബുദ്ധിയിലോ, നമുക്ക് ലഭിച്ച മക്കളിലോ, നമുക്ക് ലഭിച്ച കുടുംബത്തിലോ, നമ്മൾ ജനിച്ചു വീണ കുടുംബ മഹിമയിലോ ഒന്നിനും നമ്മൾ ആശ്രയിക്കരുത്. ആ ആശ്രയങ്ങൾ എല്ലാം വൃഥാവായി തീരും. അതൊക്കെ താൽക്കാലികമാണ്. നാം രാവിലെ വിടർന്ന് വൈകുന്നേരം വാടിപ്പോകുന്ന പൂവിന് സമമാണ് നാം കാണുന്ന ഈ മാനുഷികമായ ആശ്രയങ്ങളൊക്കെ. പക്ഷെ ദൈവത്തിന്റെ ആശ്രയമോ അത് എന്നുമെന്ന് നമ്മെ നിലനിർത്തുക തന്നെ ചെയ്യും. പൂർവ്വപിതാക്കന്മാർ മരുഭൂമിയുടെ യാത്രയിൽ മോശ ദൈവത്തിന്റെ ജനത്തിന് പ്രാധാന്യം കൊടുത്തതും അവരെ പഠിപ്പിച്ചതും നിങ്ങൾ എല്ലാത്തിനേക്കാൾ ഉപരിയായി നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ള പദമാണ്. അവർ ദൈവത്തെ മുറുകെ പിടിച്ചു, ദൈവത്തിന്റെ ആലോചനകളെ മുറുകെ പിടിച്ചു. ദൈവത്തിന്റെ ആലോചന അറിയിച്ച ദൈവത്തിന്റെ ഭക്തനായ മോശയുടെ വാക്കുകളെ അവർ മുറുകെ പിടിച്ചു. അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ലഭിച്ചതെല്ലാം അനുഗ്രഹമാണെങ്കിൽ ഇന്ന് പകൽവേളയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയാൻ എന്നെ പ്രേരിപ്പിക്കുന്ന വിഷയം, നിങ്ങളുടെ ഇന്നത്തെ യാത്രയിൽ നിങ്ങളുടെ എല്ലാ ജീവിതത്തിന്റെ എല്ലാ വഴികളിലും നിങ്ങൾ ദൈവത്തിന് ഒരു ആശ്രയം വെച്ച് നോക്കുക. ദൈവാശ്രയമുള്ള ദൈവവേദനാണ് നിങ്ങൾക്ക് ചെല്ലുന്നിടത്തെല്ലാം വിടുതൽ മാത്രമാണ് ലഭിക്കുന്നത്. നിങ്ങളുടെ രോഗങ്ങൾക്ക് വിടുതൽ ഉണ്ടാകും, നിങ്ങളുടെ പാപങ്ങൾക്ക് വിടുതൽ ഉണ്ടാകും, നിങ്ങളുടെ കട്ടതയ്ക്ക് നീക്കുപോക്ക് നൽകും, നിങ്ങളുടെ കടഭാരത്തിന് വിടുതൽ നൽകും, നിങ്ങളുടെ മാനസിക സമ്മർദ്ദങ്ങൾക്ക് വിടുതൽ നൽകും, നിങ്ങളുടെ മുൻപിലുള്ള ചെങ്കടലുകൾ വഴിമാറും. ആകയാൽ ഈ പകൽക്കാലം ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് ദൈവത്തോട് മുറുകെ പിടിച്ചുകൊണ്ട് ദൈവത്തോട് നിലവിളിച്ച് മുമ്പോട്ട് യാത്ര ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുന്ന രക്ഷയാണ്. സ്തോത്രം. രക്ഷ സൗജന്യമാണ്, രക്ഷ ദൈവത്തിന്റെ ദാനമാണ്. ആകയാൽ ഇന്ന് പകൽക്കാലം ദൈവം നമുക്ക് തരാൻ ആഗ്രഹിക്കുന്നത് നിത്യരക്ഷയാണ്.
ശക്തനാണ്. എല്ലാ ബന്ധനങ്ങളിലും ദൈവം നമ്മളെ രക്ഷിപ്പാൻ ശക്തനാണ്. സിംഹത്തിന്റെ ഗുഹയിൽ നിന്നും തന്നെ ഭക്തനെ വിടുവിച്ച ദൈവം, അതേ തീച്ചൂളയിൽ നിന്ന് തന്നെ ഭക്തന്മാരെ വിടുവിച്ച ദൈവം, അനേക കട്ടതയുടെ നടുവിൽ കൂടെ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ കടന്നുപോയപ്പോൾ അവരെയൊക്കെ ദൈവം അതിശയകരമായി വിടുവിച്ചുവെങ്കിൽ അത് നമ്മൾ തന്റെ മക്കളായ നമ്മെ, വിശുദ്ധ ജനമായി നമ്മെ തിരഞ്ഞെടുത്ത ദൈവം, ചങ്കിലെ ചോര കൊടുത്ത് നമ്മെ വിലയ്ക്ക് വാങ്ങിയ ദൈവം ഇന്ന് പകലക്കാലം വിളിച്ചു പറയാൻ എന്നെ ഏൽപ്പിക്കുന്ന ദൗത്യം, ദൈവം നിങ്ങളെയും വിടുവിക്കാൻ പോകുകയാ. നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനയുടെ ശക്തി ഉയരട്ടെ. നിങ്ങളുടെ ഉപവാസത്തിന്റെ ദൈർഘ്യം വർദ്ധിക്കട്ടെ. നിങ്ങളെ സമയം നോക്കാതെ നിങ്ങൾ ആരാധീര, സമയം നോക്കാതെ നിങ്ങൾ മുട്ടുമടക്കി ആത്മാവിൽ നിറഞ്ഞ ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥീര. ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. ആകയാൽ ഇന്നത്തെ പകൽക്കാലം ദൈവത്തിലുള്ള ആശ്രയം വെച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ കൃപയില ഒരു നല്ല ആരാധനയ്ക്കായി നിങ്ങളുടെ ഹൃദയം ഒന്നൊരുക്കിയാട്ടെ. ഈ വിശുദ്ധ പകൽക്കാലം നിങ്ങൾ ദൈവത്തെ ആരാധിപ്പാൻ ദൈവാലയത്തിലേക്ക് കടന്നു പോകുമ്പോൾ സമയം നോക്കി നിങ്ങൾ ആരാധിക്കരുത്, സമയം നോക്കി നിങ്ങൾ പ്രാർത്ഥിക്കരുത്. ആലയത്തിനകത്ത് പ്രാർത്ഥനയോടെ നിങ്ങൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ലക്ഷ്യം ഒന്ന് മാത്രമാകണം, നിങ്ങൾക്ക് എല്ലാ നിലയിലും ഒരു വിടുതൽ വേണം. സ്തോത്രം. മനുഷ്യനിൽ ആശ്രയിച്ചുകൊണ്ട് തന്നെ ദൈവാലയത്തിൽ പ്രവേശിക്കേണ്ടത് എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, വാത്സല്യ അതേ ദൈവത്തിന്റെ ദാസന്മാരെ, ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിങ്ങൾ ലീഡ് ചെയ്യുന്ന നിങ്ങളുടെ ആരാധന നിങ്ങളുടെ ബുദ്ധി കൊണ്ടാകരുത്, നിങ്ങളുടേതായ കഴിവ് കൊണ്ടാകരുത്, നിങ്ങൾ പഠിച്ച ഏതെങ്കിലും കാര്യം കൊണ്ടാകരുത്. പിന്നെയോ ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് നിങ്ങൾ ആത്മാവിൽ നിറഞ്ഞു നിന്നുകൊണ്ട് ആത്മാവിൽ നിങ്ങൾ ജനത്തെ നയിക്കുമ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ശുശ്രൂഷ വലിയൊരു വിജയമായി തീരും. നിങ്ങൾ ലീഡ് ചെയ്ത് നിങ്ങൾ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുവാൻ ജനത്തെ പഠിപ്പിക്കുമ്പോൾ ജനം വിടുവിക്കപ്പെടുവാനിടയായി തീരും. ആകയാൽ ഈ വിശുദ്ധ പകൽക്കാലം ദൈവം നമുക്ക് തന്നത് ദൈവത്തെ ആരാധിച്ച് വിടുതൽ പ്രാപിപ്പാനാണ്. ദൈവാശ്രയം നമുക്കുണ്ടാകട്ടെ. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പൂർണ്ണമായ ഉത്തമബോധത്തോടെ ഈ വിശുദ്ധ പകൽക്കാലം നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ആലയത്തിലേക്ക് പോകുവാൻ നിങ്ങൾ ഒരുങ്ങിക്കൊള്ളുക. ആലയത്തിനകത്തൊരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ ദൈവത്തിന്റെ സമയമായി. ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ യാത്രയിൽ ഉണ്ടാകാൻ പോകുകയാണ്. ഇന്ന് പകൽക്കാലം നിങ്ങൾ ദൈവപാദപീഠത്തിൽ വീട്ടിലിരുന്നാണോ ആലയത്തിലിരുന്നാണോ എവിടെയിരുന്നാണോ നിങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിപ്പാനും ആരാധിപ്പാനും ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് വിടുതൽ സുനിശ്ചിതമാണ്. ആകയാൽ ഈ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഒരു നല്ല വിടുതൽ ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് ദൈവം തരാൻ ആഗ്രഹിക്കുമ്പോൾ അത് വിടുതലിനായി നിങ്ങളെ തന്നെ സമർപ്പിക്കുക. ഈ വചനങ്ങളാൽ ദൈവം ഇന്ന് പകൽക്കാലം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.